സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് നന്നായിട്ട് ഞങ്ങളുടെ നാട്ടിലെ സംഭവമാണ്. അടിപൊളി സിനിമ, നല്ല സന്തോഷമുണ്ട്. എന്തായാലും എന്താ പറയേണ്ടത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു നാടിനെ ആസ്പദമാക്കിയിട്ടുള്ള പടമായിരുന്നു അത്. കുറേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ രസകരമായിട്ട് അത് അവതരിപ്പിക്കാനും ജനങ്ങളിൽ എത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അത് നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, നല്ല തമാശ, നന്നായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഫിലിമാണ്. ഞാൻ അതിൻ്റെ അകത്ത് റോൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ റോൾ ചെയ്തിരിക്കുന്നു. വളരെ നല്ല കുടുംബസമേതമായിട്ട് കാണാവുന്നതാണ്. എല്ലാതും കൊണ്ടും വളരെ നന്നായിട്ട് കോമഡി, വളരെ മറിമായം ടീമിൻ്റെ ഇത് പറയണ്ടല്ലോ, പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബം പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള എല്ലാ ഇതും അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് കുടുംബസമേതം ആത്മാർത്ഥമായിട്ടിരുന്ന് കാണാവുന്ന വളരെ നല്ല രീതിയിൽ ഒരു സ്റ്റോറി, ഒരു പഞ്ചായത്തിൽ നടക്കുന്ന, ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന വളരെ നൈർമല്യത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പുതുമുഖ സംവിധായകരുടെ യാതൊരു വിധത്തിലുള്ള ലാഗിങ്ങും വരാതെയാണ് ചിത്രം വരുന്നത്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ക്ലൈമാക്സ് എല്ലാവരും ബലം പിടിച്ചിരിക്കുമല്ലേ, ഇത് ക്ലൈമാക്സിൽ നമ്മൾ ചിരിക്കണം. ഒരു എന്താ പറയുക, വളരെ രസം. ഈ രണ്ട് മണിക്കൂറും 10 മിനിറ്റും എങ്ങനെ കഴിയുന്നറിയാണല്ലോ, അത്ര ഭംഗിയായിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അതേപോലെ യാതൊരു ചായവും ഇല്ലാതെ അവതരിപ്പിച്ചേക്ക്. വെരി വെരി ഗുഡ്. ഒട്ടും ലാഗില്ലാതെ നമുക്ക് ഫാമിലിയായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു അടിപൊളി സിനിമയാണ്. മറിമായം പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, സൂപ്പർ സിനിമ. നമ്മളിങ്ങനെ ഓരോ സീനിലേക്ക് ഇങ്ങനെ മാറി ചിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആകുമ്പോൾ ഒരു നല്ലൊരു ക്ലൈമാക്സും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. നല്ല പടമാണ്, നല്ല അടിപൊളി ഫിലിമായിരുന്നു. ചിരിച്ചിരിച്ച് വശം കിട്ടുക നമ്മൾ. അത്രയ്ക്ക് നല്ല തമാശയും കാര്യങ്ങളും സൂപ്പറായിരുന്നു. നമ്പർ 1. എന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവരാണ് ദ്വീപ് നിവാസികൾ. അത് എറണാകുളം ജില്ലക്കാർക്ക് അറിയാം. അത് അത്ഭുതം ആയിരിക്കുമെന്ന് തന്നെ അറിയാം. ബിഗ് സ്ക്രീനിൽ ഇനി ഇവരെ പിടിച്ചാൽ കിട്ടൂല. ഈ ഒരു ടീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഡിവിജ്വലായിട്ടും ഇവരെല്ലാവരും ഗംഭീര പെർഫോമേഴ്സാണ്. അപ്പോൾ അവരെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്. അസലായിരിക്കണം പടം. വിത്ത് ഫാമിലി വന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. നല്ലൊരു കഥയുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു കോമഡി ആൻഡ് ഒരുപാട് മെസ്സേജസ് കൂടിയുണ്ട്. അടിപൊളി മൂവി, വിത്ത് ഫാമിലി എൻജോയ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ കാണിച്ചിട്ടുണ്ട്. അടിപൊളി മൂവിയാണ്, എല്ലാവരും കാണണം. തമാശ കോമഡി പടം എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഇമോഷൻസും എല്ലാം കൂടെ ഉള്ളതാണ്. സാധാ കോമഡികൾ നല്ല അടിപൊളി കോമഡികളായിരുന്നു. നല്ല കോമഡിയാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ഇമോഷണലായിട്ടുള്ള സീൻ അതും ഉണ്ട്. പിന്നെ കോമഡി ഉണ്ട്. കോമഡി ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ, അറിയാലോ അങ്ങനെയായിരുന്നു. പിന്നെ ആൾക്കാരത് എങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ളത് പലരും പല മൈൻഡായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരല്ലേ, എങ്ങനെ അവരിലൊക്കെ എത്തുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ദൈവം അനുഗ്രഹിച്ചിട്ട് ഞങ്ങളൊക്കെ പൂർണ്ണ തൃപ്തിയായിട്ടാണ് നിൽക്കുന്നത്. വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചേക്കണേക്കാളും ഒരുപാട് നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. കുറേ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. കാണുന്ന ആൾക്കാർ, ഇഷ്ടപ്പെടുന്നവർ അവരുടെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞ് കൂടുതൽ ആൾക്കാർ കാണണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. എപ്പോഴും ഒരിക്കലും നമ്മൾ ആ പ്രൊമോഷൻ ടൈമിലും പറഞ്ഞിരുന്നു, ഒരിക്കലും മറിമായം ആയിരിക്കില്ല ഒരു 2 മണിക്കൂർ നമ്മൾ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ. എല്ലാ ചേരുവകളും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. പുറത്തെ ഒരു കഥ, ഒരു എന്നുവെച്ചാൽ ഞാനൊക്കെ ഇപ്പോൾ സൗകര്യമായി എങ്കിലും ഞാൻ ജോലിക്ക് വരുന്ന കാലത്ത് ഞങ്ങളുടെ ദ്വീപ് അതുപോലെയാണ്. ബോട്ട് മാത്രമേ ഉള്ളൂ, ബസ്സില്ല, ഓട്ടോറിക്ഷയില്ല, കാറില്ല, ഒന്നുമില്ല. ഇപ്പം എല്ലാമായി, ട്രെയിൻ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്ത സമയത്തുള്ള ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ജനപ്രതിനിധികൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടാവും. പക്ഷെ അവരെങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. കാരണം ഇപ്പോൾ ശ്മശാനം ഉണ്ടാക്കുമ്പോഴും അവർ ഒരുമിച്ചു, ബസ് മേടിച്ചപ്പോഴും ഒരു ഉള്ളിൽ വിരോധമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നടക്കുക. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സാണ്. ചിരിക്കാൻ ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും ആ പഞ്ചായത്തിലെ 50-50 എന്ന് പറഞ്ഞല്ലോ, അതാ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ശരിക്കും ഒരു 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കത് ആ ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അഭിനയിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ് ആണ്, ബ്യൂട്ടിഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ്. എവിടെയും ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു നാച്ചുറൽ ഒരു സിറ്റുവേഷണൽ കോമഡി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല പൊളിറ്റിക്കൽ സട്ടയർ ആയിരിക്കും പഞ്ചായത്ത് ജെട്ടി. ഇൻ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ സട്ടയേഴ്സിൻ്റെ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നല്ലൊരു പൊളിറ്റിക്കൽ സട്ടയർ ആയിരിക്കും പഞ്ചായത്ത് ജെട്ടി. അല്ല, നല്ല പടമായിരുന്നു. മീൻ കോമഡി ഉണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നമ്മുടെ മറിമായം പോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടി ഇതായിട്ടുള്ളൊരു സൂപ്പർ മൂവി ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എല്ലാവരും പോയി കാണാം, അടിപൊളിയായിരുന്നു.